നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ കുത്തൊഴുക്കിൽ പുതിയൊരു ശക്തി കൂടി സഖ്യം തുറന്നു പറഞ്ഞ് രംഗത്തിറങ്ങുകയാണ്. ഇതിനി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് ലോകശക്തികളുടെ പുനർവിന്യാസത്തിന്റെ തുടക്കമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടി ആവുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്നാവശ്യപ്പെട്ട് ചൈന നേരിട്ട് സൗദി അറേബ്യയുമായി സംസാരിക്കുമ്പോൾ അതൊരു സാധാരണ നയതന്ത്ര നീക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യം മാറ്റുന്ന പുതിയ സന്ദേശമാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ എണ്ണ ശ്വാസം, അതാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു. ആ കടലിടുക്കിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഓരോ നീക്കവും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും വിറപ്പിക്കാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. ഈ അതീവ സങ്കീർണ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഒരു ശബ്ദമുയരുന്നു, ചൈനയുടെ. ഹോർമൂസ് തുറന്നിരിക്കണം, സമാധാനം ഉടൻ വേണം എന്ന നിലപാടോടെ ചൈന രംഗത്തെത്തുമ്പോൾ അതൊരു രാജ്യത്തിന്റെ അഭിപ്രായമല്ല, മറിച്ചൊരു പുതിയ സഖ്യത്തിന്റെ സൂചനയാണ് എന്നാണ് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ സംഭാഷണത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്നും ഉടൻ സമഗ്രമായ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു സാധാരണ നയതന്ത്ര പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. കാരണം ഈ നീക്കത്തിന്റെ പിന്നിൽ ചൈനയുടെ താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ്: എണ്ണയും വ്യാപാരവും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് ഒരു ജീവൻ രേഖയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് ഒരു ജീവരേഖയാണ്. ഈ കടലിടുക്ക് തടസ്സപ്പെടുമ്പോൾ ആഗോള വിപണിയും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ തകർച്ച നേരിടും. അതിനാൽ സമാധാനത്തിന് വേണ്ടി ചൈന സംസാരിക്കുന്നത് ഒരു തന്ത്രപരമായ ആവശ്യകത കൂടിയാണ്. ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഇന്നൊരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാമ്പത്തിക ബന്ധങ്ങൾ മാത്രമല്ല, സാങ്കേതിക സൈനിക സഹകരണവും ശക്തമാകുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധകാലത്ത് പോലും ഇറാന്റെ പ്രതിരോധ ശേഷി നിലനിർത്താൻ ചൈന സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി എണ്ണ കപ്പലുകൾ കടത്താൻ ചൈന ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതൊരു സാധാരണ വ്യാപാര ബന്ധമല്ല, ഇത് തന്ത്രപരമായ കൂട്ടുകെട്ടാണ്. ഇതെല്ലാം ചേർന്നപ്പോൾ അമേരിക്കയുടെ ആധിപത്യത്തിന് ഒരു വ്യക്തമായ വെല്ലുവിളി ഉയരുന്നു. ഇതുവരെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ ഏകാധിപത്യ സ്വാധീനമുണ്ടായിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ ചൈനയുടെ ഇടപെടൽ ഒരു പുതിയ തലവേദനയായി മാറുകയാണ്. ചൈന ഒരു സമാധാന ദൂതൻ എന്ന നിലയിൽ സ്വയം അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് തന്റെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. US നടപടി ബലപ്രയോഗമാണ് എന്ന് ചൈന വിമർശിക്കുന്നതും ഇറാനുമായി നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതും ഈ സംശയം ശക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ലോകത്തിന്റെ 20% എണ്ണ വിതരണത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇത് വെറും മിഡിൽ ഈസ്റ്റിന്റെ പ്രശ്നമല്ല, ഇത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഇടപെടൽ ഒരു പരിഹാരമാകുമോ, അല്ലെങ്കിൽ കൂടുതൽ വലിയ ശക്തി പ്രതിസന്ധിയുടെ തുടക്കമാകുമോ എന്നതാണ് നിർണായക ചോദ്യം. ഇപ്പോൾ ലോകം കാണുന്നത് ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് ശക്തി പ്രാപിക്കുന്ന ചൈന ഇറാൻ ബന്ധം, ഇടയിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ. ഇത് വെറും ഒരു യുദ്ധത്തിന്റെ കഥയല്ല, ഇത് ലോകശക്തികളുടെ പുനർക്രമീകരണത്തിന്റെ കഥയാണ്. ചൈന രംഗത്തിറങ്ങുമ്പോൾ അത് സമാധാനത്തിന്റെ ശബ്ദമാണോ, അല്ലെങ്കിൽ പുതിയ ആഗോള സഖ്യത്തിന്റെ പ്രഖ്യാപനമോ? ഉത്തരം അടുത്ത ദിവസങ്ങൾ തന്നെ പറയും. പക്ഷേ കാര്യം ഉറപ്പാണ്, ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടം ഇനി പഴയതുപോലെ ആയിരിക്കില്ല.